ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം പല ആളുകളുടെയും പണം ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഡെബിറ്റ് കാർഡിൽ നിന്നൊക്കെ നമ്മുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് OTP ഒന്നും നൽകാതെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പലർക്കും അത് ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടാറുണ്ട്, എന്നാൽ ചിലർക്ക് തിരിച്ചു കിട്ടാറില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ പോലീസിൽ പരാതിപ്പെടുമ്പോൾ പോലും ചിലപ്പോൾ ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം, മറ്റു രാജ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ പണം മറ്റേതെങ്കിലും സ്കാമിലൂടെ തട്ടിയെടുത്തു എന്ന രീതിയിലൊക്കെയാണ് മറുപടി കിട്ടാറ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പല ആളുകളും ദിവസവും വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ്. പല ആളുകൾക്കും പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല, പക്ഷേ അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ വന്നാൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് ചില ചെറിയ ടിപ്സിലൂടെ ഇത് പരിഹരിക്കാനും പറ്റും. അതായത് നമ്മൾ ഏതൊരാളുടെയും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയൊക്കെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ സെറ്റിങ്സിൽ പോയി ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു ഫോണിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്തുള്ള ആ ക്രെഡിറ്റ് കാർഡ് കൺട്രോളിൽ പോയി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് അതിലുള്ള ഡെയിലി ലിമിറ്റ് നമുക്ക് കുറച്ച് വെക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മന്ത്ലി ലിമിറ്റ് നമ്മുടെ ആവശ്യകത അനുസരിച്ച് കുറയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ, ATM വിത്ഡ്രോവൽ, പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ട് കഴിയും. ചില ആളുകൾക്ക് ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ ടെമ്പററി ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരുപക്ഷെ ഒരു മാസത്തിൽ 1-2 ട്രാൻസാക്ഷൻ ആവശ്യം വരുന്ന ആളുകൾക്ക് ടെമ്പററി ബ്ലോക്ക് ചെയ്യാം. അത് ആവശ്യം വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാം. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ വിത്ഡ്രോവലൊക്കെ കുറവുള്ള ആളുകളാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് ആവശ്യം വരുന്ന സമയത്ത് മാത്രം അത് തുറന്നാൽ മതി. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നിന്ന് നിങ്ങളുടെ ഈ കാർഡ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിൽ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൈക്കലാക്കി ഈ ഒരു പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിനവർക്ക് കഴിയില്ല. ഇനി ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ ആ ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്ത 500 ദിർഹമോ 1000 ദിർഹമോ എത്രയാണോ അതിന് മുകളിലേക്ക് അവർക്ക് എടുക്കാനായിട്ട് കഴിയില്ല. പരമാവധി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനുള്ള ഒരു ഉത്തരമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, വരാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഈ സ്കാം ചെയ്യുന്ന ആളുകൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പല തരത്തിലും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെ പറ്റിക്കാൻ, നമ്മളെ പണം തട്ടിയെടുക്കാൻ അവർ മെനയുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു മിനിമം അറിവെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കുക, പ്രതിരോധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.